ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുക്ക് ആൻഡ് വ്യൂ. എല്ലാവർക്കും ലുക്ക് ആൻഡ് വ്യൂയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് മീ റിയ. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ പുരികം നമുക്ക് ത്രെഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പഠിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം, അതുപോലെ തന്നെ സമയം ലാഭിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എൻ്റെ പുരികം ആദ്യമായിട്ട് ഷേപ്പ് ചെയ്ത് ഞാൻ തന്നെയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിങ്ങനെ പറഞ്ഞു തന്നത്, ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അത് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് സക്സസ് ആയി. അപ്പം ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റി. പിന്നീട് നമ്മൾ ബൈ പ്രാക്ടീസ് നമുക്ക് നല്ല രീതിയിൽ നല്ല ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു മെത്തേഡാണ്. പണ്ട് ഞാൻ ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഇവിടുത്തെ നൂലാണ്. നമ്മൾ സാധാരണ നമ്മുടെ നൂലാണ് വേണ്ടത്. നമുക്ക് ത്രെഡിങ്ങിൻ്റെ നൂല് കിട്ടും, അത് അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ സാധാരണ നൂല് ഉപയോഗിക്കാം. ഇത് അധികം പഴക്കം പാടില്ല. അധികം പഴക്കം വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നൂല് പൊട്ടിപ്പോകും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പുരികം അതുപോലെ അവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഫോഴ്സും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അധികം പഴക്കമില്ലാത്ത നൂല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ രണ്ടെണ്ണമായി നോക്കുമ്പോൾ, 2 ലെയറായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ രണ്ട് കണ്ണിൻ്റെ ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ വേണം. എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല, നമുക്കൊന്നും കാണില്ല ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമ്മളിത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് രണ്ടും ഇതിൻ്റെ 2 എൻഡുകൾ തമ്മിൽ നമ്മൾ കൂട്ടിക്കെട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 2 കൈ കൊണ്ടും വിരലുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വിരലുകൾ ഉപയോഗിക്കുക. അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വിരലുകൾ ഉപയോഗിക്കുക. അതനുസരിച്ച് നമ്മളിങ്ങനെ പിടിക്കുക. എൻ്റെ ഇപ്പോൾ 3 വിരൽ 2 സൈഡിലും 3 വിരൽ വീതമുണ്ട്, കണ്ടോ. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കയ്യിലെ വിരലുകൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കെട്ട് വരുന്നത് അധികം സെൻറ്ററിലോട്ട് വരരുത്, അത് സൈഡിലോട്ടാക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിന് നമുക്കറിയാം, ഈ 2 വിരലുകൾ നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് നീങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടെക്നിക്ക്. അപ്പോൾ നമ്മുടെ പുരികം ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള പുരികം പോകും. അതുപോലെ തന്നെ ഇവിടത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള പുരികം പോകും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല. അതൊരു കാര്യം. പിന്നെ നമുക്ക് ഇതിൽ പൗഡർ യൂസ് ചെയ്യാം. പൗഡർ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ സാധാരണ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് വേദന കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്കിങ്ങനെ ഓരോ പുരികങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ എളുപ്പമായിരിക്കും നമ്മൾ പൗഡർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ പൗഡർ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പുരികം ത്രെഡ് ചെയ്യുമ്പോൾ. ജസ്റ്റ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഞാനിവിടെ എക്സസ് ആയിട്ടുള്ള ഈ ഭയങ്കര നീളം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെൻറ്ററിൽ എടുക്കാം. സെൻറ്ററിൽ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയാക്കി കൊടുത്താൽ മതിയാവും. ഇവിടെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ടാക്കേണ്ടി വരും. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഹെയർ ഒക്കെ മുകളിലോട്ടാക്കുക. അതിനുശേഷം നമ്മൾ സിസേഴ്സ് കൊണ്ട് ഇങ്ങനെ അത് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ താഴത്തോട്ടും ഹെയർ ചീർപ്പുകൊണ്ട് ഇങ്ങനെ താഴോട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും അതേ ലെവലിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.